2 കൊരിന്ത്യർ അധ്യായം 8. സഹോദരരെ, മാസിഡോണിയയിലെ സഭകൾക്ക് ദൈവം നൽകിയ കൃപയെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കഷ്ടതയുടെ വലിയ ശോധനയിൽ ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും കഠിന ദാരിദ്ര്യവും ഔദാര്യത്തിന്റെ ഒരു വലിയ സമ്പത്തായി കവിഞ്ഞൊഴുകുവാൻ ഇടയായി. അവർ തങ്ങളുടെ കഴിവനുസരിച്ചും അതിനപ്പുറവും ദാനം ചെയ്തു എന്നതിന് ഞാൻ സാക്ഷി. വിശുദ്ധർക്ക് വേണ്ടിയുള്ള ഈ ശുശ്രൂഷയിൽ പങ്കുവഹിക്കുക എന്ന പദവിക്കായി അവർ താൽപര്യമായി ഞങ്ങളോട് അപേക്ഷിച്ചു. അതും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെയല്ല. അവർ ഒന്നാമത് കർത്താവിനും പിന്നെ ദൈവഹിതപ്രകാരം ഞങ്ങൾക്കും തങ്ങളെ തന്നെ ഏൽപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങൾ തീത്തോസിനോട് അയാൾ തുടങ്ങിവെച്ചിരുന്ന ധർമ്മശേഖരം നിങ്ങളുടെ ഇടയിൽ പൂർത്തിയാക്കണമെന്ന് അപേക്ഷിച്ചു. വിശ്വാസം, പ്രസംഗം, പരിജ്ഞാനം, തികഞ്ഞ ശുഷ്കാന്തി, ഞങ്ങളോടുള്ള സ്നേഹം എന്നിങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മികച്ചു നിൽക്കുന്നത് പോലെ ദാനധർമ്മത്തിന്റെ ഇക്കാര്യത്തിലും ഏറ്റവും മുന്നിലായിരിക്കണം. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുകയല്ല, എന്നാൽ മറ്റുള്ളവരുടെ ശുഷ്കാന്തിയോട് തുലനം ചെയ്ത നിങ്ങളുടെ സ്നേഹത്തിന്റെ പരമാർത്ഥത പരിശോധിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അവിടുന്ന് സമ്പന്നനായിരുന്നിട്ടും നിങ്ങൾക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. അവിടുത്തെ ദാരിദ്ര്യത്തിലൂടെ നിങ്ങൾ സമ്പന്നരായി തീരേണ്ടതിന് തന്നെ. ഈ കാര്യത്തിൽ നിങ്ങൾക്കുള്ള എന്റെ ഉപദേശം ഇതാണ്: ഏറ്റവും ആദ്യം സംഭാവന നൽകിയതും നൽകാൻ ആഗ്രഹിച്ചതും നിങ്ങളാണ്. 1 വർഷം മുമ്പ് നിങ്ങൾ അത് ആരംഭിച്ചു. നിങ്ങൾ ആരംഭിച്ചത് നിങ്ങളുടെ പ്രാപ്തിക്കൊത്തവണ്ണം ഇപ്പോൾ പൂർത്തിയാക്കുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഇക്കാര്യം ചെയ്യുന്നതിനുള്ള നിങ്ങളുടെ ആകാംക്ഷാപൂർവമായ മനസ്സൊരുക്കം അതിന്റെ പൂർത്തീകരണത്തിൽ കൂടി നിറവേറ്റപ്പെടും. ഒരാൾക്ക് താൽപര്യമുള്ള പക്ഷം പ്രാപ്തിയില്ലാത്തതുപോലെയല്ല, പ്രാപ്തിക്ക് അനുസരണമായി അയാൾ നൽകുന്ന സംഭാവന സ്വീകാര്യമായിരിക്കും. നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് മറ്റുള്ളവരെ സുഭിക്ഷരാക്കണമെന്നല്ല, സമത്വം ഉണ്ടാകണം എന്നത്രേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സമൃദ്ധി അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാനും പിന്നീട് അവരുടെ സമൃദ്ധി നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാനും സഹായകമാകും. അങ്ങനെ സമത്വമുണ്ടാകും. ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളെക്കുറിച്ച് എനിക്കുള്ള അതേ കരുതൽ തീത്തോസിന്റെ ഹൃദയത്തിലും നൽകിയ ദൈവത്തിന് സ്തോത്രം. തീത്തോസ് ഞങ്ങളുടെ അഭ്യർത്ഥന സ്വീകരിച്ചുവെന്ന് മാത്രമല്ല, വളരെ ഉത്സാഹത്തോടും സ്വന്തം താൽപര്യത്തോടും കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരികയുമാണ്. ഞങ്ങൾ അയാളോടുകൂടെ ഒരു സഹോദരനെയും അയക്കുന്നു. ആ സഹോദരൻ സുവിശേഷത്തിനു വേണ്ടിയുള്ള തന്റെ ശുശ്രൂഷ നിമിത്തം സകല സഭകളുടെയും പ്രശംസയ്ക്ക് പാത്രമായി തീർന്നിട്ടുള്ളവനാണ്. തന്നെയുമല്ല, കർത്താവിന്റെ മഹത്വത്തിനും നമ്മുടെ സന്മനസ് കാണിപ്പാനുമായി നിർവഹിക്കപ്പെടുന്ന ഈ ശുശ്രൂഷയിൽ തുണയായി ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനുമാണ് ഈ സഹോദരൻ. ഈ ഉദാര സംഭാവന കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് ഒരു വിമർശനവും ഉണ്ടാകരുതെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കർത്താവിന്റെ മുൻപാകെ മാത്രമല്ല, മനുഷ്യരുടെ മുമ്പാകെയും യോഗ്യമായത് നിർവഹിപ്പാൻ ഞങ്ങൾ ബന്ധപ്പെടുകയാണ്. പല കാര്യങ്ങളിലും ജാഗ്രതയുള്ളവനെന്ന് ഞങ്ങൾ പലപ്പോഴും പരീക്ഷിച്ചറിഞ്ഞ ഞങ്ങളുടെ സഹോദരനെയും അവരോടൊപ്പം അയക്കുന്നു. നിങ്ങളിൽ അദ്ദേഹത്തിനുള്ള വിശ്വാസം മൂലം ഇപ്പോൾ അദ്ദേഹം കൂടുതൽ ഉത്സാഹിയാണ്. തീത്തോസ് എന്റെ കൂട്ടാളിയും നിങ്ങളുടെ ഇടയിൽ എന്റെ സഹപ്രവർത്തകനുമാണ്. മറ്റു സഹോദരരോ സഭകളാൽ അയക്കപ്പെട്ടവരും ക്രിസ്തുവിന്റെ മഹത്വവുമാണ്. അതുകൊണ്ട് ഈ ആളുകളോട് നിങ്ങൾക്കുള്ള സ്നേഹവും നിങ്ങളിൽ ഞങ്ങൾക്കുള്ള അഭിമാനവും സഭകളുടെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കുവിൻ.